ബഹിരാകാശത്ത് മനുഷ്യർ സ്ഥാപിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഘടന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമാണ് ISS. ഈ ദൗത്യങ്ങൾക്കും പരീക്ഷണങ്ങൾക്കുമായി 1998നും 2011നും ഇടയിലാണ് ഇതിന്റെ പ്രധാന നിർമ്മാണം പൂർത്തിയായത്. 2000 നവംബർ 2 മുതൽ ഇത് തുടർച്ചയായി കൈവശപ്പെടുത്തിയിട്ടുണ്ട്. 2018 ജനുവരിയിൽ കണക്കനുസരിച്ച് 18 രാജ്യങ്ങളിൽ നിന്നും 230 പേരാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ചത്. പങ്കെടുത്തതിൽ ഏറ്റവും മികച്ച രാജ്യം അമേരിക്കയും റഷ്യയുമാണ്. അമേരിക്കയിൽ നിന്നും 145 പേരും റഷ്യയിൽ നിന്നും 46 പേരുമാണ് ഈ ബഹിരാകാശ സന്ദർശനം നടത്തിയത്. ബഹിരാകാശ ഏജൻസികൾക്കും ബഹിരാകാശ യാത്രകളുടെ സമയവും ഗവേഷണ സമയവും അവർ എത്ര പണം അല്ലെങ്കിൽ വിഭവങ്ങൾ സംഭാവന ചെയ്യുന്നു എന്നതനുസരിച്ചാണ് ഇവരുടെ സ്ഥാനം ക്രമീകരിച്ചിട്ടുള്ളത്. 15 രാജ്യങ്ങളിൽ നിന്നാണ് സംഭാവനകൾ സ്വീകരിച്ചത്. RSSൽ ഉൾപ്പെടുന്ന നാസ, അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസികളും എന്നിവയാണ് ബഹിരാകാശ നിലയത്തിൽ പ്രധാന പങ്കാളികൾ. ജപ്പാനീസ് എയർസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി, കാനഡയിലെ ബഹിരാകാശ ഏജൻസി എന്നിവയാണ് മറ്റു പങ്കാളികൾ. നിലവിലെ പദ്ധതികൾ കുറഞ്ഞത് 2024 വരെയാണ് ബഹിരാകാശ നിലയം പ്രവർത്തിക്കാൻ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ പങ്കാളികൾ 2028 വരെ സാധ്യമായ ഒരു വിപുലീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ബഹിരാകാശ നിലയത്തിലുള്ള പദ്ധതികൾ വ്യക്തമായി തയ്യാറാക്കിയിട്ടില്ല. ഭ്രമണപഥത്തിലെ ഭാവി ബഹിരാകാശ നിലയങ്ങൾക്കായി ഇത് ഡെർബേറ്റ് ചെയ്യാനോ പുനരുപയോഗം ചെയ്യാനോ കഴിയും. ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്നും ശരാശരി 248 മൈൽ, അതായത് 400 കിലോമീറ്റർ ഉയരത്തിലാണ്. ഓരോ 90 മിനിറ്റിലും ഏകദേശം 15,500 മൈൽ, മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗതയിൽ ഭൂമിയെ ചുറ്റാനും ഈ ഒരു ബഹിരാകാശ നിലയത്തിന് സാധിക്കുന്നുണ്ട്. സ്റ്റേഷൻ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കും തിരിച്ചുമുള്ള ദൂരത്തേക്ക് സഞ്ചരിക്കുന്നു. ബഹിരാകാശ നിലയത്തിന് ശുക്രനെ ശോഭനമായി എതിർക്കാൻ കഴിയുന്നു. ഒപ്പം രാത്രി ആകാശത്തെ ഉടനീളം ചലിക്കുന്ന ഒരു പ്രകാശമായി ഇത് മാറുന്നു. ഭൂമിയിൽ നിന്നും ഇത് നോക്കിയാൽ പ്രകാശിതമാകുന്ന ഒരു ബഹിരാകാശ നിലയം കൂടിയാണിത്. ഒരു അമേരിക്കക്കാരൻ തുടർച്ചയായി ഏറ്റവും അധികം ദിവസം, അതായത് 340 ദിവസം 2015-2016 സ്കോട്ട് കൊല്ലി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഒരു വർഷത്തെ ദൗത്യത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ബഹിരാകാശ യാത്രയെക്കുറിച്ച് ബഹിരാകാശ ഏജൻസികൾ സമഗ്രമായ പരീക്ഷണങ്ങളും അതിൽ നിന്നും ഉന്നതമായ വിജയങ്ങളും പല ഏജൻസികൾക്കും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അമേരിക്കൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനായ പ്ലഗി വിൽസൺ 2016-17 ദൗത്യത്തിലാണ് ബഹിരാകാശ നിലയത്തിലെത്തിയത്. ഒരു സ്ത്രീ ബഹിരാകാശത്ത് ചിലവഴിച്ച ആകെ സമയം 665 ദിവസമാണ്. RSSലെ 54 എന്ന ആന്റിന നന്നാക്കാൻ പര്യവേഷണം സമയത്ത് 8 മണിക്കൂറും 13 മിനിറ്റുമാണ് റഷ്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞരായ അലക്സാണ്ടർ മിസൂർക്കിൻ, ആന്റൺ എന്നിവർ പങ്കെടുത്തത്. ബഹിരാകാശ നിലയം വലിയ സോളാർ അറകൾ ഉൾപ്പെടെ US ഫുട്ബോൾ മൈതാനത്തിന്റെ ബഹിരാകാശ നിലയം ഭൂമിയിൽ ഏകദേശം 3 തവണ ഭൂമിയിൽ എത്തുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ ജൂലൈ 13-ന് 7:15 അതായത് ഇന്നലെ അത് ദൃശ്യമാകുമെന്ന് പല സ്പേസ് ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടാമെന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ ഒന്ന് അറിവൊന്ന് ഷെയർ ചെയ്തെടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി വെച്ചാൽ നമ്മൾ ഡെയിലി 3 മണിയാകുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ 2 ദിവസം മുൻപ് പീനൽ എന്ന് പറയുന്ന രക്തഗ്രൂപ്പിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ പറഞ്ഞത് കേരളത്തിലെ മംഗലാപുരം എന്നാണ്. പക്ഷേ അത് കർണാടകയിലാണ് മംഗലാപുരം ഉള്ളത്. അത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. അതിന് ക്ഷമ ചോദിക്കുന്നു. അതാരൊന്ന് കമന്റ് ചെയ്തുകൊണ്ട് ആ ഒരു കമന്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കമന്റ് വായിച്ച് വീഡിയോ കാണുന്ന ആൾക്കൊന്നും തെറ്റില്ല. അത് പിൻ ചെയ്ത് വെച്ചാൽ അവർക്ക് മനസ്സിലാവും തെറ്റുള്ളത് കൊണ്ടായിരിക്കാം അത് പിൻ ചെയ്ത് വെച്ചത് എന്നുള്ളത്. അപ്പോൾ അവർക്ക് നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഈ മുന്നോട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ കാണാം.